ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കോട്ടയത്ത് വന്നിട്ട് എന്നും വീഡിയോ ഇടണമെന്നൊക്കെ ഞാൻ വിചാരിച്ചത് കൊണ്ടാവണം എനിക്കൊന്ന് സൺഡേ തൊട്ട് ഓശാനയുടെ അന്ന് തൊട്ട് എനിക്ക് നല്ല പനിയും ജലദോഷമല്ല ചുമയൊക്കെ ആയിട്ട് ഇതായിരുന്നു. പക്ഷേ ഇന്നലെ അത് സിവിയറായി, എൻ്റെ കയ്യിലൊന്നും നിൽക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ ഇവിടെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചു. അപ്പോൾ നല്ല ഹൈ ഫീവറും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതലും എനിക്ക് ഇപ്രാവശ്യം വന്നതിൻ്റെ റീസൺ തോന്നിയത് നമ്മളിവിടെ റൂമിൽ നമ്മൾ കിടക്കുന്ന ഫേസിങ് വരുന്നത് AC നമ്മുടെ ഫ്രണ്ട് ഫേസിങ് ആയിട്ടാണ്. അതിൻ്റെ ആയിരിക്കണം പെട്ടെന്ന് ഇങ്ങനൊരു പനിയും കാര്യങ്ങളും വരാനായിട്ട്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ആക്ച്വലി എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് പിന്നെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ അങ്ങനെയാണല്ലോ ഡെയിലി വീഡിയോസ് ഇട്ട് തുടങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. അറ്റ്ലീസ്റ്റ് ഷോർട്സ് എങ്കിലും എടുത്തിടണം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇന്നലെ ഫുള്ള് ഞാനീ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ ഒരു 11:30 ആയി പോയിട്ട് വന്നപ്പോൾ ആദ്യം അമ്മേനെ വിട്ട് മരുന്ന് വാങ്ങിക്കാൻ വിട്ടെങ്കിലും നമ്മുടെ ആൻറ്റിബയോട്ടിക്സ് ഇപ്പം തരില്ലല്ലോ അങ്ങനെ. പിന്നെ അമ്മ കവലിക്ക് പോയ ഓട്ടോയിൽ തന്നെ ഞാൻ മണ്ണാട് ആശുപത്രിയിൽ പോയിട്ട് മരുന്നൊക്കെ മേടിച്ച് വന്നിട്ട്, അപ്പോൾ ഞാൻ വന്നത് ആക്ച്വലി തോമും ചാക്കവും കണ്ടിട്ടുണ്ടായിരുന്നില്ല. തോമ് കണ്ടാലും പ്രശ്നമില്ല, തോമിനോട് നമ്മൾ കിടക്കാമെന്ന് പറഞ്ഞാൽ തോമ് പിന്നെ വരില്ല. ചാക്കോ കണ്ട പ്രശ്നമാണ്. സോ മിണ്ടാണ്ട് പോയി അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ ഞാൻ കിടന്നു. അവിടെ അങ്ങനെ വലിയ പരാക്രമത്തിന് വരാറില്ല. ഒരു 4 മണി വരെ ഞാൻ അവിടെ കിടന്നു. തോമ ഇടയ്ക്ക് വന്ന് നോക്കിയെങ്കിലും ചാക്കോ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. സേറയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര കളിയും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ. വലിയ ഉഷാറില്ല. ഞാൻ ആക്ച്വലി ഭരണങ്ങാനത്തൊക്കെ പോകണമെന്ന് വിചാരിച്ചാണ്, ഇതുവരെ പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയായി, എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. എനിക്ക് നേർച്ച ഉണ്ടായിരുന്നു, നമ്മുടെ ആ സർജറിക്ക് ശേഷം ചെല്ലാം എന്നുള്ള ഒരു നേർച്ച ഉണ്ടായിരുന്നു. അത് ഇതുവരെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പോകണം, ഭരണങ്ങാനത്തൊന്ന് പോയി അൽഫോൻസാമ്മയുടെ അടുത്തൊന്ന് പോകണം. കാരണം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്, വേറെ സിവിയർ ഇഷ്യൂസൊന്നും ഇല്ലാണ്ട് കൊണ്ടുവന്നാലേ. പിന്നെന്താണ്, കുറേ പേര് കോട്ടയം വ്ളോഗൊക്കെ ചോദിച്ചിട്ട് ആ വഴി മുങ്ങിയോ എന്നൊക്കെ വാട്സപ്പിൽ ബിസിനസ് നമ്പറിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് വയ്യായിരുന്നു എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പറഞ്ഞൊരു വീഡിയോ ഇടാം എന്ന് ഞാൻ വിചാരിച്ചു. അത്രയ്ക്കും വയ്യായിരുന്നു കേട്ടോ. ഒരു 105 ഡിഗ്രി പനിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അത്രയ്ക്കും ടയേർഡായിപ്പോയി. ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളും, ചുണ്ടൊക്കെ പൊട്ടി ആകെ നാശമായി. ഇതിപ്പോൾ ഞാൻ ലിപ് ബാം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നതിന്. ഞാനിവിടെ വന്നിട്ട് ത്രെഡ് ചെയ്യാൻ പോകണം. തലയൊന്ന് ഇതുണ്ടാവും, ഫുൾ നരച്ചിരിക്കുകയാണ്. അതൊന്ന് ഈസ്റ്ററിന് മുമ്പ് റെഡിയാക്കണം എന്നൊക്കെ വിചാരിച്ചത്. അതായത് ഓരോ ദിവസം വെൽ ഷെഡ്യൂൾഡായിട്ടാണ് ഞാൻ വന്നത്, എന്തൊക്കെ ചെയ്യണം. കാരണം നമ്മൾ പർട്ടിക്കുലർ ഡേയ്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊന്നും നടന്നില്ല. കളറും ചെയ്തില്ല, ത്രെഡും എനിക്ക് അറ്റ്ലീസ്റ്റ് ത്രെഡ് ചെയ്താലെങ്കിലും ഒരു കോൺഫിഡൻസ് വരും. ഇത് ത്രെഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തോന്നുന്നു, എന്താണെന്നറിയില്ല. അപ്പം പറ്റിയാൽ ചെയ്യണം. എനിക്ക് പള്ളിയിൽ പോകണം, അതാണ് മെയിൻ തിങ്. അതിനുശേഷമാണ് ത്രെഡിങ്ങും ഇതൊക്കെ ഞാൻ വെച്ചിട്ടുള്ളൂ. ത്രെഡ് ചെയ്യണം, അതെനിക്കൊരു നിർബന്ധ ഘടകമായിട്ട് നിൽക്കുകയാണ്. പിന്നെന്താണ്, പിന്നെ കുറേ പേര് അച്ഛനും അമ്മയ്ക്കും സുഖമാണോ എന്നൊക്കെ ചോദിച്ചു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോസ് കാണാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അച്ഛനും അമ്മയും സുഖമായിട്ടിരിക്കുന്നു. പിള്ളേർ ഫുൾ അവരുടെ കൂടെയാണ്, കളിയും ബഹളവും. അവിടെ എന്നെ വലിയ മൈൻഡിങ്ങൊന്നും ഇല്ല. രാവിലെ നല്ല കളിയാണ്. ചാക്കോയിൽ ഓടി കളിച്ച് സംഭവം നമുക്ക് അത്ര സ്ഥലവും വിസ്താരണമൊന്നും ഇല്ലെങ്കിൽ പോലും കളിയാണ്. കളി എന്ന് പറഞ്ഞാൽ മരണക്കളിയാണ്. നമുക്ക് ടെൻഷനാവും. ഈ സ്റ്റെപ്പിൻ്റെ അവിടെ വന്ന് തലകുത്തി മറിയുക, അയ്യോ എൻ്റെ ജീവനും പ്രാണനും ഒക്കെ പോകും. അമ്മയുടെ നിലവിളി അകത്തുനിന്ന്, അപ്പം ഞാൻ അകത്ത് കിടക്കായിരുന്നല്ലോ ഇന്നലെ, അപ്പം അകത്തുനിന്നായിരിക്കും നമ്മൾ നിലവിളി കേൾക്കുക. എഴുന്നേറ്റ് വന്നാൽ ഞാനിവിടെ ഉണ്ടെന്ന് അറിയുകയും ചെയ്യും. ഇന്നലെ ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയേക്കാന്നാണ് ചാക്കോനോട് പറഞ്ഞിരുന്നത്. തോമു പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി അവൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ പെൻഡിങ്ങിൽ ഞാൻ പറഞ്ഞ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി മറ്റേ ത്രെഡ് ചെയ്യാൻ പോകണം, ഹെയർ കളർ ചെയ്യാൻ പോകണം, പിന്നെ ഭരണങ്ങാനത്ത് പോകുന്നതാണ് മെയിൻ സംഭവം. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തിന് നിൽക്കുകയുള്ളൂ. ചങ്ങനാശ്ശേരിക്ക് പോകണമെന്ന് വിചാരിച്ചിരുന്നു, എഡിസൻ്റെ അടുത്ത് പോകണമെന്ന് വിചാരിച്ചിരുന്നു. അതെന്തായാലും ഇനി നടക്കില്ല. എനിക്കത് സത്യം പറഞ്ഞാൽ ഡോൺ ചേട്ടൻ ഇല്ലാണ്ട് പോവാൻ, ഞാനെപ്പോഴും ഞങ്ങൾ 4 പേരും ഒന്നിച്ചാണ് എഡിസൻ്റെ അടുത്ത് പോവുക. അപ്പം എഡിസൻ്റെ അടുത്ത് പോയിട്ടില്ല.
ഡോൺജനോട് പറഞ്ഞു എഡിസിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ദിവസം നിന്നിട്ട് വായോ എന്നൊക്കെ പറഞ്ഞു. എഡിസൺ ഓൾറെഡി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വന്ന് നിൽക്കിടി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പക്ഷേ ഡോൺ ചേട്ടനും കൂടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമുള്ളൂ. അപ്പോൾ ഓട്ടോ വന്നത് നോക്കിയതാണ്. ആകെ നാശമായി സ്കിന്നൊക്കെ. എന്താ പറയുക, പനി വന്നിട്ട് എനിക്കറിയില്ല, ഇങ്ങനൊരു പനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നിട്ടുണ്ടാവില്ല. അത്രയ്ക്കും എന്താ പറയുക, എനിക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നും വയ്യ. ഞാനിങ്ങനെ സെൻറ്റ് മേരീസിൽ ചെന്നിട്ട് പെട്ടെന്ന് കാണാൻ വേണ്ടി കാഷ്വാലിറ്റിയിൽ ബുക്ക് ചെയ്യാമെന്ന് അവർ പറഞ്ഞു ഫിസിഷ്യനെ കാണാം. ഞാൻ ചോദിച്ചു എനിക്ക് കാഷ്വാലിറ്റിയിൽ കണ്ടാൽ മതി. ഇല്ല ഫിസിഷ്യനെ കാണാം. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ തർക്കിക്കാൻ നിൽക്കണില്ല. മീൻസ് നമ്മൾ അത്രയ്ക്കും അവശ നിലയിൽ ചെല്ലുമ്പോഴാണല്ലോ കാഷ്വാലിറ്റിയിൽ പോവുക. ഞാൻ പറഞ്ഞു നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ബുക്ക് ചെയ്യുക, എനിക്ക് തർക്കിക്കാൻ നേരമില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. കാരണം എനിക്ക് അത്രയ്ക്കും വയ്യ. ഞാൻ ആലോചിച്ചു എന്തിനാ ഇപ്പം ഞാൻ ബേബി എൻ്റെ നല്ലതിനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, പക്ഷേ നമ്മളെ കമ്പൽ ചെയ്തിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. ആകെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലേ മാറി എന്നുള്ളതാട്ടോ. സെറ്റപ്പും കാര്യങ്ങളൊക്കെ മാറി. എനിക്ക് മറ്റേ ഹോസ്പിറ്റൽ കോഡ് അറിയില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു എപ്പോഴാണ് വിസിറ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2021 എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മറന്നുപോയി. ചാക്കോൻ്റെ ഇതും ഒരു ഹാഫ് പ്രഗ്നൻസി വരെ ഞാൻ അവിടെയാണ് കാണിച്ചിരുന്നത്. പെട്ടെന്നാണ് റെയിൻ ഡോക്ടർ ഇല്ലെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഹാഫ് പ്രഗ്നൻസി അല്ല, ഫസ്റ്റ് 2-3 മന്ത്സ് കൺസൾട്ട് ചെയ്തിട്ടുള്ളൂ. അത് ഫോൺ കൺസൾട്ടേഷൻ മാത്രമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നൊരു ഈസ്റ്ററിന് വന്നപ്പോഴാണെന്ന് തോന്നുന്നു മാം പറഞ്ഞത് ഞാൻ അവൈലബിൾ ആയിരിക്കില്ല. സ്പേസ് ഇല്ലാണ്ട് ഓട്ടോമാറ്റിക്കലി വീഡിയോ ഓഫായി പോയിട്ടോ. എനിക്ക് കുറേ പെൻഡിങ് ഉണ്ടായിരുന്നു ഡിലീറ്റ് ആക്കാനുള്ളത്. അതൊന്നും ഡിലീറ്റ് ചെയ്തില്ല. ഇപ്പം അത്യാവശ്യം വീഡിയോ എടുക്കാൻ പാകത്തിന് ഞാൻ സെറ്റ് ചെയ്തു കേട്ടോ. ആവശ്യമില്ലാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ കളഞ്ഞു. നമ്മൾ എല്ലാ വീഡിയോസും ഈ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ പെൻഡിങ്. ഇപ്പോൾ നമുക്ക് പ്രൊമോഷന് വരുന്ന വീഡിയോകൾ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഇടാനെടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് കാണും. ചിലതൊക്കെ ഞാൻ അപ്പോൾ അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാറുണ്ട്. ചിലത് ഞാൻ വിട്ടുപോകും. ഇപ്പം ഗ്യാപ്പില്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടുപോകും കേട്ടോ. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അച്ഛൻ ജസ്റ്റ് പുറത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു മുട്ട പപ്സ് വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് പ്രതീക്ഷിക്കണു. മറന്നു പോകാൻ വഴി. പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നാ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരുമോ എന്ന് ചോദിച്ചത്. ഇന്നലെ എനിക്ക് തോന്നുന്നു ഞാൻ ഫുഡേ കഴിച്ചിട്ടില്ല. കാപ്പി കുടിച്ചു, 2-3 ഗ്ലാസ് കാപ്പി കുടിച്ചു ആ മരുന്ന് കഴിക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ ഉള്ള റസ്കിനാണെങ്കിൽ ഏലക്കയുടെ ഭയങ്കര കുത്ത്. അപ്പോൾ ആദ്യം ഞാൻ തൊടാൻ നിന്നില്ല, എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഈ റസ്ക് ഇറങ്ങി പോകുമ്പോൾ ടോൺസിലും കൂടെ വന്നിരിക്കുന്നത് കൊണ്ട് എന്തോ എൻ്റെ തൊണ്ട കൂടെ അല്ലാണ്ട് കത്തി കൊണ്ടിറക്കണ ഒരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കണം. വലിയ വിശേഷങ്ങളൊന്നും ഇല്ല. പനി, ഇതാണ് പുതിയ വിശേഷം. ഞാൻ വിചാരിച്ചു അത് എന്നെ കൊണ്ട് പോയി, അല്ല മീൻസ് നമ്മൾ തൃശ്ശൂർ വന്നപ്പോഴത് കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് എന്നെ കൊണ്ടേ പോകുള്ളൂ എന്നെനിക്ക് തോന്നണം. അവിടെ പാച്ചു ആയാലും തോമുനെ ഭയങ്കരമായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്ന്. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യും ഞങ്ങൾ. ബട്ട് തോമുനായാലും തോമുന് ശരിക്കും സൺഡേ ആയപ്പോൾ തൊട്ട് ഞെരിപിളി കൊണ്ടു തുടങ്ങി കേട്ടോ. അപ്പം എപ്പോഴാണ് വരിക, അതുകൊണ്ട് അപ്പം വിളിച്ചാൽ നോക്കില്ല. ചാക്കോ ആയാലും ഉറങ്ങാൻ നേരത്ത് അപ്പം ഇല്ലാണ്ട് ചാക്കോച്ചനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചാക്കോച്ചന് അപ്പയുടെ കരസ്പർശം ഇല്ലാണ്ട് ഉറങ്ങുന്നത് വലിയൊരു തലവേദനയാണ്. അങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ 1, 2, 3-ാമത്തെ പ്രാവശ്യമാണ് വീഡിയോ എടുക്കാൻ വന്നിരിക്കണം കേട്ടോ. 2 പേരെയും ഞാൻ റൂമിൽ ഇരുത്തിയേക്കാണ്, ഫോൺ കൊടുത്ത് ഇരുത്തിയേക്കാണ്. ചാക്കോ TV കാണുമായിരുന്നു. പക്ഷെ തോമു ഡോറ് തുറന്നിറങ്ങി വരുന്ന കണ്ടപ്പം ചാക്കോന് മനസ്സിലായി ഞാനിവിടെ എവിടെയോ ഇരിക്കുന്നുണ്ടെന്ന്. പിന്നെ ഞാൻ റൂമിൽ 2 പേരെയും കൊണ്ട് ഇരുത്തിയേക്കാണ്. ഭയങ്കര ചൂടാണ്. ചാക്കോയാണ് വിയർത്തൊഴുകാണ്. അവനും ചെറിയ കഫ് തുടങ്ങി. 2 പേർക്കും കഫ് തുടങ്ങിയിട്ടുണ്ട്. ചാക്കോയ്ക്ക് അവിടെ നിന്ന് വരുമ്പോഴേ വയ്യായിക ഉണ്ടായിരുന്നു, ചുമയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. തോമുന് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ തോമുന് എൻ്റെ ഇപ്പം ഇവിടെ വന്നിട്ട് കിട്ടിയതാവാനേ ചാൻസ് ഉള്ളൂ. ചാക്കോ ഓൾറെഡി ട്രബിൾഡ് ആണ്. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. ഇനിയിപ്പം നാളെ തൊട്ട് വീഡിയോ എടുക്കാം വിചാരിക്കണം. നാളെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറ്റിയാൽ എനിക്ക് 2-3 കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം. ഞാനിവിടെ വന്നൊരു സിനിമയ്ക്ക് പോകണമെന്ന് വിചാരിച്ച, യൂത്ത് സിനിമ കാണാൻ പോകണമെന്ന് വിചാരിച്ച. അതെന്തായാലും നടക്കില്ല. ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ആ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം എനിക്ക് മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. തല റെഡിയാക്കിയില്ലെങ്കിൽ പോലും എനിക്കൊന്ന് ത്രെഡ് ചെയ്യണമെന്നുണ്ട്. ഒന്ന് ഷേപ്പാക്കിയില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. നമ്മളിനി അവിടെ ചെല്ലുമ്പം കറക്റ്റ് ഞാൻ എന്നെ കോക്കാച്ചി രൂപത്തിലായിരിക്കും അവരെല്ലാം കാണുക. അപ്പം അത് വേണ്ടെന്ന് വിചാരിച്ചു.
അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഞാനിവിടെ തന്നെ ഉണ്ട് മക്കളെ, ഞാനിവിടെ തന്നെ ഉണ്ട്. എനിക്ക് വയ്യ, അതാണ് ഞാൻ വീഡിയോസ് ഇടാതിരുന്നത് കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. കുറേ പേര് ഞാൻ മറ്റേ മഴയുടെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞു അങ്ങനെ എനിക്ക് തോന്നുന്നു 2-3 ജില്ലകളിൽ മാത്രമേ അത്ര പെരുമഴ കിട്ടിയിട്ടുള്ളൂ. തൃശ്ശൂരൊന്നും പെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് മാത്രമേ പെയ്തിട്ടുള്ളൂ. പിന്നെ തീ ചൂടെന്ന് പറഞ്ഞാൽ അയ്യോ, എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഇതിലും ബെറ്ററാന്ന് തോന്നി എനിക്ക്. ഇത് ഭയങ്കര ചൂടെന്ന് വെച്ചാൽ നൈറ്റൊക്കെ വിയർത്തിട്ട് ഒട്ടാണ്, അസഹനീയമായ ചൂട്. അമ്പമ്പമ്പമ്പമ്പോ രക്ഷയില്ല. പറ്റിയാൽ ഞാനിന്നൊരു ഈവനിങ് വ്ളോഗ് എടുക്കാം അച്ഛനൊക്കെ ആയിട്ട്. അച്ഛനുണ്ടെങ്കിൽ ഒരു ഓളമുള്ള, അമ്മ അങ്ങനെ മിണ്ടതില്ല. അച്ഛനാണെങ്കിൽ തമാശയൊക്കെ പറയും. അപ്പോൾ നമുക്ക് നോക്കാം, പറ്റിയാൽ ഈവനിങ് വ്ളോഗ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനെവിടെയും പോയിട്ടില്ല, ഞാനിവിടെ തന്നെ ഉണ്ട് കേട്ടോ.